ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല്ലവി പ്രഭാവതി വഴക്ക് പറഞ്ഞതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന വിപിൻ ചോദിക്കും, എന്തിനാണ് പല്ലവി നീ കരയുന്നത്? അമ്മ വഴക്ക് പറഞ്ഞ സങ്കടം നിനക്ക് ഇതുവരെ മാറിയില്ലേ? നീ അത് മറന്നേക്ക്, നീ അതൊന്നും കാര്യമാക്കണ്ട, അമ്മയല്ലേ വഴക്ക് പറഞ്ഞത്. അപ്പൊ പല്ലവി പറയും, അമ്മ മാത്രമല്ല സുശീൽ ആന്റിയും പാർവതി ചേച്ചിയും എല്ലാവരും എന്നെ വഴക്ക് പറയാണ്, ആർക്കും എന്നെ കണ്ടുകൂടാ. അപ്പൊ വിപിൻ പറയും, അതൊക്കെ നിന്റെ തോന്നലാണ്. നീയും അമ്മയും തമ്മിൽ അടയും ചക്രയും പോലെ ആയിരുന്നല്ലോ. നിന്റെ ചേച്ചിക്കും നീ എന്ന് പറഞ്ഞാൽ ജീവനാണ്. സുശീൽ ആന്റിയെ നീ കണക്കിലെടുക്കണ്ട. അപ്പൊ പല്ലവി പറയും, സുശീൽ ആന്റിയെ ഞാൻ കണക്കിലെടുക്കുന്നില്ല. പക്ഷേ വിപിൻ സാറിന്റെ അമ്മയും പാർവതി ചേച്ചിയും എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ അതിവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്നെ ഒരു അധിക പ്രസംഗിയായിട്ടാണ് കരുതുന്നത്. അപ്പൊ വിപിൻ പറയും, പല്ലവിയുടെ ഈ പരിഭവവും പിണക്കവും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ പല്ലവി പറയും, സാറിന് തമാശ, എൻ്റെ വിഷമം സാറെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ സാറും അത് മനസ്സിലാക്കുന്നില്ല. എൻ്റെ സങ്കടം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഒതുക്കിക്കോളാം. അപ്പൊ വിപിൻ പറയും, താൻ എന്നോട് പിണങ്ങരുത്. പിന്നെ എന്താ സാറിന് ഒരു ഗൗരവം ഇല്ലാത്തത്? എനിക്ക് നല്ല ഗൗരവമുണ്ടല്ലോ, താൻ പറഞ്ഞോ. അപ്പോൾ പല്ലവി പറയും, ആ സ്വാമി വ്യാജനാണെന്ന് പറഞ്ഞതിനാണ് സാറിൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത്. അയാളൊരു വ്യാജൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തത്. എൻ്റെ വാക്ക് ആദ്യമേ കേട്ടിരുന്നുവെങ്കിൽ ഇവിടെ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ഞാനിവിടെ എന്തിനാ നിൽക്കുന്നത്? ഞാൻ പോവാണ്. അപ്പോൾ വിപിൻ ചോദിക്കും, പല്ലവി നാട്ടിലേക്ക് പോവാണോ? നാട്ടിലേക്കൊന്നും ഞാനില്ല, എവിടേക്കെങ്കിലും പോകണം. എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയാലും എന്താ കുഴപ്പം? അപ്പോൾ വിപിൻ പറയും, പല്ലവി അവിവേകമൊന്നും കാണിക്കരുത്. നിന്നെ ഇവിടെ ആരും വഴക്ക് പറയാതിരുന്നാൽ പോരെ, അത് മതി. എന്നാൽ ആ വിഷയം നീ എനിക്ക് വിട്ടേക്ക്. നിന്നെ ആരും ഇനി ശകാരിക്കില്ല. ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് വിപിൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ പല്ലവിക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. അതേസമയം പ്രതാപം പോയിട്ട് പ്രഭാവതിയുടെ പതുക്കെ പറയും, നമ്മൾ പെട്ടു ചേച്ചി, എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയേ പറ്റൂ, എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോ. അപ്പോൾ വിശാല് ചോദിക്കും, ഈ ഫോട്ടോയിൽ കാണുന്നവനുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം? ഇവൻ എൻ്റെ അമ്മയെ കൊന്ന ചന്ദ്രശേഖരനല്ലേ? അപ്പോൾ പ്രഭാവതി പറയും, അതെ, ഇയാൾ മോൻ്റെ അമ്മയെ കൊന്ന ചന്ദ്രശേഖരൻ മേനോൻ തന്നെയാണ്. അപ്പോൾ വിശാല് ചോദിക്കും, ശേഖരൻ മേനോൻ അമ്മയുടെ ആരാണ്? അയാൾ എങ്ങനെ ഈ ഫോട്ടോയിൽ വന്നു? അപ്പോൾ പ്രഭാവതി പറയും, എൻ്റെ പൊന്നു മോനെ, എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മ എന്നോട് കള്ളം പറയരുത്. ഒരു ബന്ധവുമില്ലാതെ അയാളോടൊപ്പം വന്ന് ഫോട്ടോ എടുക്കുമോ? അപ്പോൾ പ്രഭാവതി പറയും, ഞാൻ പറഞ്ഞ സത്യമാണ്, ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ ഫോട്ടോയിൽ ഇയാൾ എങ്ങനെ വന്നു? ഇതല്ലേ നിന്റെ ചോദ്യം? ഈ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം നിന്നോട് പറഞ്ഞാൽ നിനക്കത് ബോധ്യപ്പെടും. ഈ ഫോട്ടോ എടുത്തത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ചാണ്. അവിടെ വിപിനെ പോളിയോ വാക്സിൻ എടുക്കാൻ പോയതാണ് ഞാൻ. കൂടെ വിനയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആര് കണ്ടാലും എടുത്ത് ഓമനിക്കാൻ തോന്നും. അങ്ങനെ അവിടെ വെച്ച് ഈ മനുഷ്യനെ പിള്ളേരെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് അയാൾ ചോദിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇയാൾ എനിക്കറിയാമല്ലോ, ഗായത്രി ചേച്ചിയുടെ വിശ്വസ്തനല്ലേ ഇയാള്. അയാളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ മടിക്കുന്നത്? നമുക്കറിയാവുന്ന ആളല്ലേ, എടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അയാൾ ഞങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു. പിന്നീട് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഇത് കേൾക്കുമ്പോൾ ശേഖരൻ മനസ്സിൽ പറയും, നീ ഒരു ക്രിമിനൽ തന്നെ പ്രഭാവതി. എത്ര പെട്ടെന്നാണ് നീ കട്ടമനഞ്ഞത്? അപ്പോൾ പ്രഭാവതി വിശാലിനോട് പറയും, അമ്മ പറഞ്ഞതാണ് സത്യം. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാൾ മോൻ്റെ അമ്മയുടെ കൊലപാതകയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. എന്തായാലും ഈ കാര്യത്തിന് നീ എന്നെ സംശയിച്ചത് തീരെ ശരിയായില്ല. വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു നീ എന്നെ ചോദ്യം ചെയ്യാൻ. അപ്പോൾ വിശാൽ പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് ഇയാളെ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല മോനെ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായി. പോലീസിന് ശേഖര മേനോനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത് ഈ ഫോട്ടോ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രതാപം പറയും, ശേഖരന്റെ ഇപ്പോഴത്തെ മുഖ്യ ശത്രു ചേച്ചിയാണ്. അയാൾ ചേച്ചിയെ കൊല്ലാൻ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇവിടെ നടന്ന സ്വാമിജിയുടെ കൊലപാതകവും അയാളാണോ ആസൂത്രണം ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ആ കൊലപാതകത്തിൽ ശേഖരന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിനോടൊന്ന് നീ പറയണം. അപ്പോൾ വിപിൻ വന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? എന്നിട്ട് വിശാലിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങിച്ച് നോക്കാണ്. എന്നിട്ട് ചോദിക്കും, ഇത് ഏതാ ഈ ഫോട്ടോ? ഇത് അമ്മയും ഞാനും വിനയേട്ടനുമാണല്ലോ. അപ്പോൾ വിശാല് ചോദിക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾക്കറിയോ? അപ്പോൾ വിപിൻ പറയും, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ വിശാലിന് കൊടുത്തിട്ട് വിപിനോടൊന്ന് പോവുകയാണ്. അതേസമയം ശേഖരൻ മനസ്സിൽ പറയും,
വിശാൽ ഇന്നത്തോടെ സത്യങ്ങൾ തിരിച്ചറിയെന്നാണ് ഞാൻ കരുതിയത്. ഒരു കണക്കിന് ഇപ്പോൾ അത് അറിയാതിരുന്നതാണ് നല്ലത്. ഇന്ന് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രഭാവതിയും പ്രതാപനും ചിലപ്പോൾ പോലീസ് പിടിയിലാവുമായിരുന്നു. അപ്പോൾ പ്രഭാവതി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അവളെ വെറുതെ വിടാൻ പാടില്ല. അവൾക്കുള്ള ശിക്ഷ എനിക്ക് തന്നെ നടപ്പിലാക്കണം. അവളെ എനിക്ക് നരകവേദന അനുഭവിപ്പിച്ച് കൊല്ലണം. അപ്പോൾ പാർവതി ആ ഫോട്ടോയായിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ശേഖരനോട് ചോദിക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? ഇനിയെങ്കിലും എന്നോട് സത്യം പറയണം. വിശാൽ സാർ പറയുന്നു നിങ്ങളാണ് സാറിൻ്റെ അമ്മയെ കൊന്നതെന്ന്. അങ്ങനെയാണ് സാർ വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ നിങ്ങൾ പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പ്രഭാവതി അമ്മയോടൊപ്പം അവരുടെ കുടുംബ ഫോട്ടോയിൽ നിങ്ങൾ ഇരിക്കുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് അപകടമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത പേടിയുണ്ട്. അപ്പോൾ ശേഖരൻ പറയും, മോൾ പേടിക്കണ്ട. അപ്പോൾ പാർവതി പറയും, ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും? ഈ കാര്യം വിശാൽ സാർ അറിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അമ്മയുടെ കൊലപാതകിക്ക് ഞാൻ ഈ വീട്ടിൽ അഭയം കൊടുത്തു എന്നല്ലേ സാറ് കരുതൂ? ഇവിടെ നടന്നതെല്ലാം ഞാനും നിങ്ങളും ചേർന്ന് നടത്തിയ ഒത്തുകളിയാണ് എന്നല്ലേ സാറ് വിചാരിക്കൂ? ഒന്നും അറിയാത്ത ഞാൻ പോലും നിങ്ങൾ കാരണം പ്രതിയാക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാവൂ. അപ്പോൾ ശേഖരൻ പറയും, ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള സമയം ഇനിയും ആയിട്ടില്ല മോളെ. അപ്പോൾ പാർവതി പറയും, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. സത്യങ്ങൾ എനിക്ക് അറിയണം. മോൾ എത്ര നിർബന്ധിച്ചാലും എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല. ഒന്ന് മാത്രം ഞാൻ മോളോട് പറയാം. ഗായത്രി മേഡത്തെ കൊന്നത് ഞാനല്ല. ഞാൻ നിരപരാധിയാണ്. ആ കൊലപാതക കുറ്റം പ്രഭാവതി എൻ്റെ തലയിൽ ചുമത്തിയതാണ്. ആ സത്യം വിശാൽ അറിഞ്ഞാൽ വിശാലിന് എന്നെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറും. അപ്പോൾ പാർവതി പറയും, നിങ്ങൾ നിരപരാധിയാണെന്നുള്ള സത്യം വിശാൽ സാർ എങ്ങനെ അറിയും? ആരാണ് അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുക? നിങ്ങൾക്കത് നേരിട്ട് പോയി പറയാൻ സാധിക്കുമോ? നിങ്ങൾ പറഞ്ഞാലും വിശാൽ സാർ അത് വിശ്വസിക്കില്ല. പിന്നെ ആര് പറയും? ഞാനോ? എനിക്കും അത് തുറന്നു പറയാൻ പറ്റില്ല. ദേവമ്മയുടെ കൊലപാതകത്തിൽ നിങ്ങളെ മനഃപൂർവ്വം പ്രതി ചേർത്തത് ആരാണെന്ന് ഞാൻ എങ്ങനെ പറയും? തെളിവുകളില്ലാതെ ഞാൻ അത് എങ്ങനെ സ്ഥാപിക്കും? അടിസ്ഥാനമില്ലാതെ പറഞ്ഞാൽ വിശാൽ സാറിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ഉത്തരവില്ലാതെ നിൽക്കേണ്ടി വരും. ഇനി ഞാൻ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും പിന്നീട് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഞാനായി വിശാൽ സാറിനെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടില്ല. വിശാൽ സാറിനെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്നത്. ആ കടമ എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ നിറവേറ്റും. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ സത്യം ബോധിപ്പിക്കേണ്ടവരെ അത് ബോധിപ്പിക്കണം. അതേസമയം പ്രതാപൻ പ്രഭാവതിയോട് പറയും, നമ്മുടെ നാടകം ഇന്നത്തോടെ പൊളിയൂ എന്നാണ് ചേച്ചി ഞാൻ കരുതിയത്. ആ ഫോട്ടോ വിശാൽ കണ്ടപ്പോൾ തന്നെ ഞാൻ തകർന്നുപോയി. അപ്പോൾ പ്രഭാവതി പറയും, ആദ്യം ഞാനും ഒന്ന് പകച്ചുപോയി. നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാനും കരുതിയത്. എന്ത് വിദ്യ കാണിച്ച് രക്ഷപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഒരു കാര്യം മനസ്സിൽ തെളിഞ്ഞു. അവന്റെ മുമ്പിൽ പതറിയാൽ നമ്മൾ പിടിക്കപ്പെടും. അങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്നൊരു കള്ളക്കഥ ഉള്ളിൽ വന്നു. അപ്പോൾ പ്രതാപം പറയും, എന്തായാലും കഥ ഗംഭീരമായി. അതിലെ ഡ്രാമ മാത്രമല്ല സെന്റിമെന്റ്സും ഏറ്റു. ചേച്ചി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ പ്രഭാവതി പറയും, ചക്ക വീണ് മുയൽ ചെത്തുമെന്ന് നീ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത്. ഇതുപോലത്തെ പണികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇനിയും ധാരാളമുണ്ട്. നീ വാ, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പ്രതാപനെയും കൂട്ടി താഴേക്ക് വരുമ്പോഴാണ് ശേഖരനും പാർവതിയും കൂടി സംസാരിച്ച് നിൽക്കുന്നത് അവർ കാണുന്നത്. അപ്പോൾ അവര് പാർവതിയുടെയും ശേഖരന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അവർ വരുന്നത് കാണുമ്പോൾ ശേഖരൻ പാർവതിയോട് പറയും, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട മോളെ, തീരെ വിശപ്പില്ല. അപ്പോൾ പാർവതി പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പ്രായമായ ആളല്ലേ. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പാർവതിയോട് പറയും, ഇയാൾക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ നീ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നത്? നീ ഇദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ എവിടെ നിന്ന് പോകാൻ നോക്ക്. അപ്പോൾ പാർവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ ശേഖരനോട് പറയും, നിങ്ങളെ ആള് ഭാഗ്യവാനാണല്ലോ, കുഞ്ഞു നീരാതെ തന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ. കൃത്യസമയത്ത് ഭക്ഷണം എടുത്തു തരാനും കുറേ ആളുകൾ. അപ്പോൾ ശേഖരൻ പറയും, ഞാനും നിങ്ങളും ഒരേ തൂവൽ പക്ഷികളാണല്ലോ. എന്നെ പോലെ തന്നെ നിങ്ങളും ഇവിടെ മേലനങ്ങാതെ ചാപ്പാട് കഴിക്കുകയല്ലേ. അപ്പോൾ പ്രതാപനോട് പറയും, നീ എന്തിനാണ് ഇയാളോടൊക്കെ സംസാരിക്കാൻ പോയത്? ഇയാളെ അതുകൊണ്ടല്ലേ ഇയാളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നത്. ഇയാൾ ഇനി ഇവിടെ വെച്ച് വാഴിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇയാളെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം. അതിനുള്ള വഴി കാണണം എന്ന് പറഞ്ഞിട്ട് പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശേഖരൻ മനസ്സിൽ പറയും, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും മുമ്പ് നിന്റെ ശവം ഇവിടെ വീഴ്ത്തും പ്രഭാവതി എന്ന് പറയുന്ന ശേഖരനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.